ഇനി രണ്ട്, താങ്കൾ ഇപ്പോഴും ശ്രീ വിനു ഒരു ചോദ്യം താങ്കളോട് ചോദിക്കുകയാണ്. രാഹുലിന്റെ ശബ്ദം ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ. ഇന്നലെ രാത്രി വിനു വി ജോനും രാഹുൽ ഈശ്വറും തമ്മിൽ വലിയ രീതിയിൽ വഴക്കായി. അതല്ല മാറ്റർ, അതല്ല 8 മണിക്ക് ചർച്ച കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ അടിയായി എന്നാണ് കിട്ടുന്ന വിവരം. സെക്യൂരിറ്റിയൊക്കെ വന്ന് മാറ്റിയെന്നാണ്. നമുക്ക് എന്തായാലും എന്താണ് അവിടെ സംഭവിച്ചത് അത് ഒന്നൊന്നായിട്ട് കേട്ടുകൊണ്ട് ആരുടെ ഭാഗമാണ് ശരി എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇതുവരെ അയ്യപ്പന് വേണ്ടി, അയ്യപ്പന്റെ സ്വത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ സ്വന്തം കുടുംബത്തിലെ ഒരാൾ പിടിക്കപ്പെട്ടപ്പോൾ നേരെ പ്ലേറ്റ് തിരിച്ചു. ഇതാണ് അയ്യപ്പന്റെ സ്വത്തിന് വേണ്ടിയാണ്. അതിൽ നിന്ന് ഫോക്കസ് തെറ്റിക്കാനുള്ള കള്ളത്തരമാണ്. യഥാർത്ഥ കൊള്ളക്കാരെ രക്ഷിക്കാനുള്ള കള്ളത്തരമാണ്. യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ തന്ത്രിയെ ബലി കൊടുക്കുകയാണ്. തന്ത്രിയുടെ മേളിൽ കേസ് കെട്ടിവെച്ച് യഥാർത്ഥ ആൾക്കാരിലേക്ക് കേസ് വരാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, രാഹുൽ ഈശ്വറിനെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷേ ഈ നിലപാട് മാത്രം അദ്ദേഹത്തിൻ്റെ തെറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം കട്ടതിന് കൂട്ടുനിൽക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. എന്തിനാണ് രാഹുൽ ഈശ്വറെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിന് ഇടപെടുന്നത്? നിങ്ങൾ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ വിഷയത്തിൽ ഇടപെട്ടത് ഞങ്ങൾക്ക് നിങ്ങളൊരു റെസ്പെക്റ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ അയ്യപ്പൻ്റെ സ്വർണം കട്ടതിന് നിങ്ങൾ എന്തിനാണ് കൂട്ടുനിൽക്കുന്നത്? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. നിങ്ങൾ മാധ്യമങ്ങളെ മിസ്ലീഡ് ചെയ്യുകയാണ്. അതായത് പണ്ട് നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തതുപോലെ എന്തൊരു ഉദാഹരണമാണ്. അയ്യോ, നമ്പിനാരായണൻ സാറിനെ ഒക്കെ തന്ത്രിയുമായിട്ട് കൂട്ടിച്ചേർത്ത് അപമാനിക്കരുത് പ്ലീസ്. അതെന്താ പറ്റാത്തത്? ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത് തന്ത്രി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. പൊന്നാല രാഹുൽ ഈശ്വറിനോട് ഒരു കാര്യം പറയുകയാണ്, തന്ത്രി അറിയാതെ എങ്ങനെയാണ് സ്വർണം പോകുന്നത്? രാഹുൽ ഈശ്വറെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ സത്യത്തിനൊപ്പം നിൽക്കണം രാഹുൽ ഈശ്വറെ. നിങ്ങൾ പേഴ്സണലി ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. എന്തിനാണ് നിങ്ങൾ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നത്? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇനി രണ്ട്, താങ്കൾ ഇപ്പോഴും ശ്രീ വിനു ഒരു ചോദ്യം താങ്കളോട് ചോദിക്കുകയാണ്. തന്ത്രി എന്ത് ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്? താങ്കൾ പറയൂ. ക്രിമിനൽ കുറ്റമാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, ക്രിമിനൽ കുറ്റമാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, അതല്ലേ IPC സെക്ഷൻസ് വകുപ്പുകളല്ല. എന്ത് ചെയ്തു ഒരു വരി പറഞ്ഞു. എന്ത് ചെയ്തു ഒരു വരിയിലല്ല, ഒരുപാട് വരിയിൽ പറയാം. ഒരുപാട് വരിയിൽ പറയാം. എന്ത് ചെയ്തു ഒരുപാട് വരിയിൽ പറയാം. വേണ്ട, ഒരു വരി പറഞ്ഞാൽ മതി. അല്ല, ഒരു വരിയിലല്ല, ഒരുപാട് വരിയിൽ പറയണം. ഒരു വരിയിൽ പറയണോ? ഒരുപാട്. ഇയാൾക്ക് ചെയ്യേണ്ട പണിയൊന്നും അയാൾ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ശരി, എന്നാ ഇനി എനിക്ക് സമയം തരണ്ട. ആ സമയം അങ്ങ് എടുത്തോളൂ. ഇനി എനിക്ക് സമയം തരണ്ട. അങ്ങൊരു 30 സെക്കൻഡ് എടുത്ത് എന്താ തന്ത്രി ചെയ്തത്? എനിക്ക് 30 സെക്കൻഡ് പറയാൻ അറിയില്ല. ഞാനിത് മുഴുവൻ വായിക്കാം. ഈ അറസ്റ്റിന്റെ ഗ്രൗണ്ട്സ് മുഴുവൻ വായിക്കാം. അത് 30 സെക്കൻഡ് കൊണ്ട് പറയേണ്ടതല്ല. ദയവായി വായിക്കാം. അതിന്റെ സംക്ഷിപ്തം പറഞ്ഞാൽ മതി. തന്ത്രി എന്ത് ചെയ്തു എന്ന് പറയൂ. എന്താണ് രാഹുൽ ഈശ്വരെ? രാഹുൽ ഈശ്വർ പറയുന്നത് തന്ത്രി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. തന്ത്രി അറിയാതെ എങ്ങനെയാണ് സ്വർണം ചെമ്പായി മാറ്റുന്നത്? എന്താണ് ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ കാര്യം പ്രസൻറ്റ് ചെയ്യണമെന്നാണ് രാഹുൽ ഈശ്വറിനോട്. ഈ ഒരു നിലപാടിൽ മാത്രമാണ് ഞാൻ എതിർപ്പ്. ബാക്കി എല്ലാത്തിലും ഞാൻ രാഹുൽ ഈശ്വറിനൊപ്പമാണ്. പക്ഷേ ഈ നിലപാട് അദ്ദേഹത്തിന്റെ തെറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്തുകൊണ്ടാ ശ്രീ വിനു പോലും വിൽക്കുന്നതെന്ന് അറിയാമോ? ശ്രീ വിനു പോലും വിൽക്കുന്നത് അങ്ങനെ പറയാനൊന്നുമില്ല. എനിക്ക് വിൽക്കേണ്ട ഒരു കാര്യവുമില്ല. വിനുവിന് പോലും അറിയാം അങ്ങനെ പറയാനൊന്നുമില്ലാന്ന്. അല്ല, ഞാൻ ഈ ചർച്ചയുടെ ബാക്കി കാര്യങ്ങളെ പറഞ്ഞു. വിനു എങ്ങനെയാണ് ഈ 30 വരിയിൽ പറയുന്നത്? ശ്രീ വിനു ഒരു വരിയിൽ പറയൂ, തന്ത്രി ചെയ്ത കുറ്റം എന്താണ്? തന്ത്രി ചെയ്ത കുറ്റം, അവിടെ അയ്യപ്പന്റെ സ്വർണം പതിച്ച പാളികൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അറിയാവുന്ന ആൾ അത് ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ അതിൽ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും പാലിക്കാതെ അതിന് കൂട്ടുനിന്നു. അത് ഇളക്കിക്കൊണ്ട് പോകുന്ന തന്ത്രിക്കറിയാം. തിരിച്ച് ക്ഷേത്രം തുറക്കുമ്പോൾ അത് തിരിച്ചെത്തിയിട്ടില്ലെന്നറിയാം. അല്ല, തന്ത്രി കൂടി അറിയേണ്ടതാണ്. എന്താണ് രാഹുൽ ഈശ്വരെ, തന്ത്രി അറിയാതെയാണോ? എന്തിനാണ് രാഹുൽ ഈശ്വരെ നിങ്ങൾ ഇമേജ് നിങ്ങളായിട്ട് കളയുന്നത്? നിങ്ങൾ രാഹുൽ മാങ്കൂടത്തിന് സപ്പോർട്ടായി വന്നപ്പോൾ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു ജനങ്ങൾ തന്നത്. രാഹുൽ ഈശ്വർ നല്ല മനുഷ്യനാണ്, സത്യത്തിനൊപ്പം നിൽക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള നാറ്റക്കേസിലേക്ക് രാഹുൽ ഈശ്വർ പോകുന്നത്? നമുക്കെല്ലാവർക്കും ആരോടാണ് കളിക്കുന്നത്? അയ്യപ്പനോടാണ് കളിക്കുന്നത്. അയ്യപ്പൻ്റെ ദൈവം വെറുതെ വിടോ? അയ്യപ്പൻ്റെ സ്വർണം കട്ടതാണ് രാഹുൽ ഈശ്വരെ. വേറെ കേസാണെങ്കിൽ നമുക്ക് വിഷയമില്ല. അയ്യപ്പൻ്റെ സ്വർണം തന്ത്രിയുടെ അറിവിൽ കക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെന്തിനാണ് രാഹുൽ ഈശ്വരെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നത്? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അല്ല, തന്ത്രി അറിയേണ്ടതാണ്. തന്ത്രി അറിയേണ്ടതാണ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പണി. അല്ല സാർ, അത് ദേവസ്വം ബോർഡിന്റെ പണിയാണ്. തന്ത്രി കോടതിയിൽ വായിച്ചോട്ടെ. നേരെ തിരിച്ച് ആ സ്വർണം തിരിച്ചു വരുമ്പോൾ അതിൽ ശുദ്ധി വേണം, പൂജ വേണം എന്നുള്ളതാണ് തന്ത്രിയുടെ പണി.
താങ്കൾ പറഞ്ഞു തന്നെയാണ് സത്യം. 100% യോജിക്കുന്നു. അല്ല, അതിൽ ക്രൈം ഉണ്ടെന്നേ. അതിൽ ക്രൈം ഉണ്ട്. തന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല, ഇറ്റ് ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്. ട്രാവൻകൂർ ദേവസ്വം മാനുവൽ വോളിയം 2 ഒന്നും മിണ്ടാതിരിക്കും. ഈ രാഹുലിന്റെ ശബ്ദം ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ഞാനിത് വായിക്കാം. എന്താണ് രാഹുൽ ഈശ്വരെ വേറെ ഒരാൾക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ചാവുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും ഓക്കെ, ഇതൊക്കെ ചെയ്തത് തന്ത്രി എന്ന് എല്ലാവർക്കും അറിയും. തന്ത്രി അറിയാതെ എങ്ങനെയാണ് സ്വർണം പോകുന്നത്? ഓക്കെ, എന്താണ് തന്ത്രി ചെയ്ത തെറ്റ്? വിനു ജോൺ ക്ലിയറായി കൃത്യമായി വായിച്ചു തരുന്നുണ്ട്. നമുക്കതൊന്നായാലും കേട്ടു നോക്കാം. ഓക്കെ, ദയവായി ട്രാവൻകൂർ ദേവസ്വം മാനുവൽ വോളിയം 2/14 പൊസിഷൻ ഓഫ് തന്ത്രീസ് അനുശാസിക്കും പ്രകാരം ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായ ശബരിമല തന്ത്രി പദവി 2018-19 കാലഘട്ടത്തിൽ വീണ്ടും വഹിച്ചിരുന്ന 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠര് രാജീവര് ശബരിമല ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ തന്ത്രി എന്ന നിലയിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും പരിപാവനതയും ആത്മീയ മൂല്യവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്രകാരം ഇരിക്കെ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽക്കട്ടിലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും കട്ടിളയുടെ മുകൾപ്പടി സ്വർണം പതിച്ച ചെമ്പുപാളിയും കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന 2 പ്രഭാമണ്ഡല പാളികളും അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച പ്രൊസീഡിങ്സ് പ്രകാരം 18/5/2019 തീയതി ഇളക്കിയെടുത്ത് സ്വകാര്യ വ്യക്തിയായ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് ദേവൻ്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്നുള്ള അറിവും 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠര് രാജീവര് ആചാരലംഘനം ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെയും ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി 13ാം പ്രതി കണ്ഠര് രാജീവര് ദേവസ്വം ബോർഡ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേൽപ്പറഞ്ഞ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി വീഴ്ച വരുത്തിയിട്ടുള്ളതായി ഇടവമാസ പൂജയ്ക്കായി 14/5/2019 ശബരിമല നട തുറന്ന് അതിൻ്റെ തീയതികളൊക്കെ പറയുന്നു. കണ്ഠര് രാജീവര് ചുമതല വഹിച്ച് ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന കാലയളവിനുള്ളിൽ ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപാളികളും അഴിച്ചെടുത്ത് 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ തീയതിയിലെ ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അത്താഴപൂജയ്ക്കും രാജീവര് ചുമതല വഹിച്ചു. അതൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ കാരണമായി പറയുന്നതാണ്. സന്നിധാനത്ത് സന്നിഹിതനായിരുന്നുവെന്ന് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ശേഖരിച്ച തെളിവ് രേഖകൾ വിശകലനം ചെയ്തതിൽ നിന്നും രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളിൽ നിന്നും വെളിവായിട്ടുള്ളതിൽ നിന്നും ശബരിമല ശ്രീകോവിലിൻ്റെ പ്രധാന വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലങ്ങളും അഴിച്ചെടുത്ത് തുടർന്ന് ശ്രീകോവിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലങ്ങളും സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് കൽത്തൂണുകൾ മാത്രം കാണാമെന്നിരിക്കെ ശബരിമല ശ്രീകോവിൽ പ്രവേശിച്ച പതിവ് പൂജകൾ നടത്തിയ 13ാം പ്രതി കണ്ഠര് രാജീവര് ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപാളികളും ഇളക്കിയെടുത്ത വിവരം നിശ്ചയമായും അറിവുണ്ടായിരുന്ന കാര്യം തന്ത്രിയുടെ അനുമതിയോടെ അല്ല ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളികളും മറ്റും ഇളക്കിക്കൊണ്ട് പോയതെങ്കിൽ 13ാം പ്രതി കണ്ഠര് രാജീവര് ആയതിനെക്കുറിച്ച് ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിക്കുകയോ ആചാരലംഘനം നടത്തി മുതലുകൾ കൊണ്ടുപോയതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുകയോ ചെയ്യാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി. പിന്നെ അദ്ദേഹം പ്രഭാമണ്ഡലപാളികളും ഈ സാധനങ്ങളൊക്കെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് രാജീവർ അറിഞ്ഞിട്ടും രാജീവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വെളിവായിട്ടുള്ളതുമാണ്. തന്ത്രിയുടെ അനുമതിയില്ലാതെ ശബരിമലയിൽ നിന്നും കട്ടിളപ്പാളികളും മറ്റു വിളക്കിക്കൊണ്ടുപോയ വിവരം ശ്രദ്ധയിൽപ്പെടുത്തുകയോ നടപടി സ്വീകരിക്കുകയോ കുറ്റകരമായ മൗനാനുവാദം നൽകിയതിലും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മാനുവൽ വോളിയം 2 ചാപ്റ്റർ അത് പറയുന്നുണ്ട്. അത് അനുശാസിക്കും പ്രകാരം ദേവസ്വത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണികൾ ദേവസ്വത്തിൽ വെച്ച് തന്നെ ചെയ്യണമെന്നും ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്നും UB ഗ്രൂപ്പ് സ്വർണം പതിക്കുമ്പോൾ ആ പണികളൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നതെന്നും ഒക്കെ അറിയാവുന്ന ആൾ ഇതൊന്നും ചെയ്തില്ല. അതാണ് കുറ്റകരമായ മൗനവും ഗൂഢാലോചനയും. കേട്ടു രാഹുൽ ഈശ്വരെ. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം എടുക്കുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം ഇവിടെ തന്ത്രി കാണുന്നുണ്ട്. പക്ഷേ തന്ത്രി മിണ്ടാണ്ടിരിക്കുകയാണ്. എന്താണ്, തന്ത്രിക്കും കിട്ടുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഷെയർ. എന്തിനാണ് രാഹുൽ ഈശ്വർ ഇതിനൊക്കെ വെളുപ്പിക്കുന്നത്? തെറ്റു ചെയ്തവർ ശിക്ഷിക്കണം രാഹുൽ ഈശ്വരെ. നിങ്ങൾ സാധാരണക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുമോ? ഒരു തെറ്റും ചെയ്യാത്തവർക്ക് സപ്പോർട്ട് കൊടുക്കണം രാഹുൽ ഈശ്വരെ. ഇത്തരത്തിൽ വൃത്തികേട് ചെയ്യുന്നവർക്ക് നിങ്ങൾ കൂടെ നിൽക്കരുത് രാഹുൽ ഈശ്വരെ. അയ്യപ്പൻ്റെ സ്വർണ്ണമാണ് കട്ടത്, എങ്ങനെയാണ് തന്ത്രി അറിയാതെ കക്കുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാണ് വീട് ഓണർ, വീട് നടത്തുന്ന ആൾ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അത് കാണാതായി കഴിഞ്ഞാൽ, അതായത് ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളല്ലാതെ പിന്നെ ആരാണ് അത് അറിയേണ്ടത്? അപ്പോൾ ഈ പറയുന്ന തന്ത്രി അറിയാതെ എല്ലാം തന്ത്രിക്ക് അറിഞ്ഞിട്ടാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം.
ഒരു വരി മാത്രം എടുത്തൊരു മറുപടി പറഞ്ഞോട്ടെ. ദേവസ്വം മാനുവൽ, ദേവസ്വം പ്രൊസീഡിങ്സ്, ദേവസ്വംകാര് മാനുവലിനെ നടപ്പാക്കാൻ ബാധ്യത ദേവസ്വം ബോർഡിനാണ്, തന്ത്രിക്കല്ല. ദേവസ്വം പ്രൊസീഡിങ്സും ദേവസ്വം മാനുവലും നടപ്പാക്കാൻ അത് SITക്ക് പറയാൻ റൈറ്റ് ഇല്ല. കാര്യം തന്ത്രി ആചാര മാത്രമേ ഉത്തരവാദിത്വം ഉള്ളൂ. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ്, ദയവായി മനസ്സിലാക്കൂ. ആയിരക്കണക്കിന് കാര്യങ്ങളിൽ തന്ത്രി ഇടപെടില്ല. തന്ത്രിക്ക് കൊടുക്കുന്ന പെർമിഷനാണ്, അത് അയ്യപ്പനാണ് കൊടുക്കേണ്ടത്. അടുത്ത ദിവസം അയ്യപ്പനെതിരെ ചർച്ച ചെയ്യൂ. അയ്യപ്പൻ എന്തുകൊണ്ട് അനുജ്ഞ കൊടുത്തു എന്ന് ചർച്ച ചെയ്യൂ. ഇനി എന്താണ് രാഹുൽ ഈശ്വരെ നിങ്ങളിങ്ങനെ? ഈ വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി നല്ലോണം സങ്കടമുണ്ട്. കാരണം ഞാൻ രാഹുൽ ഈശ്വരനെ സ്നേഹിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്ന ഒരാളാണ്, അതായത് അദ്ദേഹത്തെ കണ്ടൊക്കെ നമ്മൾ പഠിക്കുന്നവയാണ്. പക്ഷേ രാഹുൽ ഈശ്വർ എന്തിനാണ് ഇങ്ങനെ? എന്താ രാഹുൽ ഈശ്വരെ നിങ്ങൾ പറയുന്നതും വിനു പറയുന്നതും രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. വിനുവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല നിങ്ങൾ കൊടുക്കുന്നത് രാഹുൽ ഈശ്വരെ. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പം ബോധത്തോടെ ഒരു കാര്യങ്ങളുടെ വലിയൊരു തെറ്റിദ്ധാരണ മാറ്റാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതായത് രാഹുലിന്റെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചാൽ ഞാൻ ആ ചോദ്യം ചോദിക്കാം, ബഹളം ഉണ്ടാക്കാതെ. രാഹുൽ ഈ അനുജ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? അനുജ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇഷ്ടമില്ലാത്ത മറുപടി പറയുമ്പോൾ, താങ്കൾക്ക് പറ്റാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ദേഷ്യമല്ല, ഞാൻ പറയാം അനുജ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയൂ, അതിന്റെ പ്രൊസീജിയർ എന്ന് പറയൂ. അനുജ്ഞ കൊടുക്കുന്നത് കറക്റ്റ്. തന്ത്രി ധ്യാനത്തിലിരിക്കും. അയ്യപ്പനോട് ധ്യാനത്തിൽ ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊരു സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലാതെ അയ്യപ്പന് തന്ത്രി എഴുത്തെഴുതി കൊടുക്കില്ല. അയ്യപ്പൻ തിരിച്ചെഴുതിയല്ല മറുപടി തരുന്നത്. രണ്ട്, SITക്ക് എങ്ങനെ മനസ്സിലായി അനുജ്ഞ കൊടുത്തില്ല എന്ന്? വീണ്ടും കേൾക്കൂ. അനുജ്ഞ രേഖാമൂലം കൊടുക്കും. അനുജ്ഞ രേഖാമൂലമാണ് കൊടുക്കുന്നത്. അതൊരു രേഖയാണ്. അത് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ എഴുതി കൊടുക്കേണ്ട രേഖയാണ്. തന്ത്രി എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ് അനുജ്ഞ. താങ്കൾക്ക് വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ. ഇപ്പോൾ വിനു പറഞ്ഞല്ലോ, എഴുതി ഒപ്പിട്ട് തന്ത്രി കൊടുക്കേണ്ടതാണ്. തന്ത്രി അങ്ങനൊന്നും കൊടുത്തില്ല. തന്ത്രി ഉണ്ണികൃഷ്ണൻ പോട്ടി വരുമ്പോൾ എല്ലാം തുറന്നു കൊടുത്ത് പെട്ടെന്ന് പോടാ ഉണ്ണികൃഷ്ണൻ പോട്ടിയെ, പെട്ടെന്ന് പോയി എൻ്റെ ശരി എനിക്ക് താന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുകയാണ്. എന്താ അല്ല, അതിനെ നമ്മുടെ രാഹുൽ ഈശ്വർ വെളുപ്പിക്കുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഏഷ്യാനെറ്റിൻ്റെ ഈ വാർത്ത കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെ. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളാണ്. പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെ. പാളികൾ കൊണ്ടുപോയതിന് മൗനാനുവാദം നൽകി. അടുത്തത്, ആചാരലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് വോട്ടിൽ. അപ്പോൾ ആചാരലംഘനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ SIT തീരുമാനിക്കുന്നത് വളരെ പുരോഗമനപരമായൊരു കാര്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. അതായത് ശബരിമലയിലെ ആചാരങ്ങളെക്കുറിച്ചും അനുജ്ഞ വേണ്ട മാധ്യമങ്ങൾ പറയുകയാണ്. മനസ്സിലായി ഇത് അയ്യപ്പൻ പകുതി സമയം തരണ്ടേ? അതല്ല, നിങ്ങളിത് കേൾക്കൂ. നിങ്ങളെന്താണ് ആചാരലംഘനമാണ്? താല്പര്യം ഉണ്ടായിരിക്കാം, പ്രശ്നമില്ല. അല്ല, നിങ്ങൾ ആചാര ലംഘനത്തിൻ്റെ പേരിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്ന സെക്ഷൻസ് കൂടി ഒന്ന് വായിക്കണം. IPC 403, 406, 409, 466, 467, 120B, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 13(1)A, 13(2), ഇതെല്ലാം ഉള്ളപ്പോഴാണ്. ശരി, അത് സെക്ഷൻസ് അല്ലേ? എന്താണ് മാറ്റർ? എന്താണ് ഇൻഗ്രീഡിയൻറ്റ്? എന്താണ് കണ്ടന്റ്? അതായത് ആചാര ലംഘനം തന്ത്രി നടത്തി എന്ന് പറയുന്നതും ആചാര ലംഘനത്തിന്റെ സമയത്ത് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ ശ്രമിച്ചപ്പോൾ തന്ത്രി തടയില്ലെന്ന് പറയുന്നതും ഒക്കെയാണ്. എത്ര ഫ്രിവലസ് കേസാണ്. പോട്ടെ, ഇനി എൻ്റെ നിലപാട് പറയാം. ഈ വാർത്ത ആദ്യം വന്നപ്പോൾ ഞങ്ങളടക്കമുള്ളവർ വളരെ ഞെട്ടിപ്പോയി. കണ്ഠരര് രാജീവരോട് പരസ്യമായി പല കാര്യങ്ങളും വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ല രാഹുൽ ഈശ്വര, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നിങ്ങൾ എന്തിനാണ് ഇവരൊക്കെ, അതായത് ഈ കണ്ഠരര് രാജീവർ എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറിൻ്റെ കുടുംബമാണ്. അതുകൊണ്ടാണോ? കുടുംബമാണെങ്കിലും അനിയനാണെങ്കിലും ആരാണെങ്കിലും ഇത്തരത്തിൽ വൃത്തികേട് ചെയ്യുന്നവരെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഈ വിഷയത്തിൽ പിണറായി വിജയൻ അടക്കം പങ്കുണ്ടെങ്കിൽ പിണറായി വിജയൻ അടക്കം ചോദ്യം ചെയ്യണം, അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ അടുത്ത ചങ്ങായിയാണ്, വലങ്കയാണ് ഈ പറയുന്ന പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയനും ചോദ്യം ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം.
ശബരിമല യുവതി പ്രവേശന കാലത്ത് ഞങ്ങൾ പരസ്യമായി തമ്മിൽ തർക്കിച്ചിട്ട് വരെയുണ്ട് എന്ത് രീതിയിലാണ് പ്രക്ഷോഭം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. പക്ഷേ കണ്ഠര് രാജീവരെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കി കേസിന്റെ ഫോക്കസ് മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? എല്ലാ അമ്പലങ്ങളിലും രണ്ട് രീതിയിലാണ് അതിന്റെ അധികാര ഘടന. ഒന്ന് ആചാരപരം അല്ലെങ്കിൽ റിച്വലിസ്റ്റിക്, രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഭരണപരം. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് റൈറ്റ് ഉള്ളത്. അതിന്റെ പരമാധികാരി തന്ത്രിയാണ്, SIT അല്ല. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിനുള്ളത്. യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് വീഴ്ച വരുത്തിയത് കൊണ്ട് ആചാര കാര്യങ്ങളിൽ നിൽക്കുന്ന തന്ത്രിയെ ബലിയാടാക്കുന്നതിന് എന്തെങ്കിലും നീതിയുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇതുവരെയുള്ള ലഭ്യമായ വിവരങ്ങളുള്ള 9 ഇടക്കാല വിധികളിൽ ഒന്നിൽ പോലും തന്ത്രിക്കെതിരെ നെഗറ്റീവായ പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിട്ടില്ല. ഇനിയും ഏഷ്യാനെറ്റ് ന്യൂസ് വഴി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട്, ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറിനോട്, ജസ്റ്റിസ് ജയകുമാർ സാറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്ര ഫ്രിവലസ് ഗ്രൗണ്ട്സിൽ, വീക്ക് ഗ്രൗണ്ട്സിൽ ശബരിമല തന്ത്രിയെ പോലെ കോടിക്കണക്കിന് ഹിന്ദുക്കളും അയ്യപ്പ ഭക്തരും ആദരിക്കുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ എൻ്റെ പ്രതീക്ഷ ഹൈക്കോടതി അടക്കം ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നാണ്. ഇത് വളരെ വളരെ തെറ്റാണ് രാഹുൽ ഈശ്വരെ. രാഹുൽ ഈശ്വർ പറയുന്നത് തന്ത്രിയെ എന്തിന് അറസ്റ്റ് ചെയ്യുന്നു, തന്ത്രി വലിയൊരു മഹാനല്ലേ. അപ്പോൾ അതേ രാഹുൽ ഈശ്വറിനോടൊരു കാര്യം പറയുകയാണ്, അയ്യപ്പനെ ആരാധിക്കുന്ന എത്ര ജനങ്ങളാണുള്ളത്. ആ അയ്യപ്പൻ്റെ സ്വത്തിനെയല്ലേ തന്ത്രി കട്ടുകൊണ്ട് പോയത്. അപ്പോൾ തന്ത്രി നിങ്ങൾ പൂജിപ്പിക്കണോ രാഹുൽ ഈശ്വരെ? എന്താണ് രാഹുൽ ഈശ്വരെ നിങ്ങൾ പറയുന്നത്? അതായത് തന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു തന്ത്രിക്ക് അത്ര വലിയൊരു ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോട്ടി വന്നിട്ട് അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയി അതിനുശേഷം ചെമ്പ് വെക്കുമ്പോൾ കണ്ണ് പൊട്ടനാണോ തന്ത്രി? ഇതൊക്കെ ഓരോരുത്തരും ചോദ്യം ചെയ്യേണ്ടതാണ്. ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേവന്റെ അനുജ്ഞ മേടിക്കുന്നതിന് ആചാരങ്ങൾ അനുവദിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് തന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്ത് തരം ഗൂഢാലോചനയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും രീതിയിൽ ജൂലൈ 19 ജൂലൈ 20 എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളിൽ തെറ്റ് ചെയ്താൽ തന്ത്രി എങ്ങനെ ഉത്തരവാദി? സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് തന്ത്രിക്ക് തീരുമാനിക്കാം ഏത് പൂവ് മേടിക്കണമെന്ന്. പക്ഷേ ആ പൂവ് എവിടെ നിന്ന് പൂജയ്ക്ക് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അതായത് പൂജ, ആചാരം, അനുഷ്ഠാനം, എന്തൊക്കെ പൂക്കൾ വേണം, ഇത് തന്ത്രിക്ക് തീരുമാനിക്കാം. പക്ഷേ ആ പൂവ് എവിടെ നിന്ന് മേടിക്കണം, ആരുടെ നിന്ന് മേടിക്കണം എന്ന് തീരുമാനിക്കും ദേവസ്വം ബോർഡാണ്. നാളെ ആ പൂവ് മേടിക്കുന്ന കാര്യത്തിൽ ഒരു അഴിമതി ഉണ്ടായാൽ അത് തന്ത്രിയുടെ ഉത്തരവാദിത്തമാകില്ല. കാര്യം തന്ത്രിക്ക് റിച്വലിസ്റ്റിക് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ മാൻഡേറ്റ് ഉള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തന്ത്രിയുടെ അറസ്റ്റിലൂടെ ഒരു വലിയ ജഗപുക ഉണ്ടാക്കി ശ്രദ്ധ തിരിച്ച് തന്ത്രിയും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വരുത്തി തീർത്ത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് എന്ന് വായിക്കുന്ന ആർക്കും മനസ്സിലാവില്ലേ? ശ്രീ വിനു ഹൃദയത്തിൽ കൈവച്ച് പറയൂ, 1 മണിക്കൂർ മുമ്പ് വിനു കരുതിയിരുന്നതാണോ ഇപ്പോൾ വെളിയിൽ വരുന്ന വാർത്തകൾ? തന്ത്രിക്കെതിരെ എന്തെങ്കിലും ഞാൻ ഹൃദയത്തിൽ കൈവച്ച് പറയുന്നു, ഇതെനിക്ക് അറിയാമായിരുന്നു. ഒരു നിമിഷം കേൾക്കൂ, ഒരു നിമിഷം കേൾക്കൂ, അല്ല ഒരു നിമിഷം നിങ്ങൾ കേൾക്കൂ. ശ്രീ രാഹുൽ, ഞാൻ ഹൃദയത്തിൽ കൈവച്ച് പറയുന്നു, എനിക്കിത് അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു, കോടതിയിൽ ഒരു കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കൊടുത്ത റിപ്പോർട്ട്, അതായത് പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ കൊടുത്ത റിപ്പോർട്ടിൽ തന്ത്രിക്ക് പങ്കില്ലെന്ന് പറയുന്നു. അന്ന് ഞാൻ താങ്കളോട് പറഞ്ഞു ഇതൊരു കേസാണ്, വേറെ കേസ് വരുന്നുവെന്ന്. അത് ദ്വാരപാലക പാളികൾ കൊണ്ടുപോയ കേസായിരുന്നു. അത് ക്രൈം നമ്പർ 3700 ആയിരുന്നു. ഇത് 3701 ഇത് കട്ടിളപ്പാളി ഇളക്കിയ കേസാണ്. അന്ന് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, യൂട്യൂബിൽ എടുത്തു നോക്കിക്കോളൂ. അന്ന് ഞാൻ പറഞ്ഞു അത് വേറെ കേസാണ്, കേസ് വരുന്നു. അപ്പോൾ നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഇതെനിക്ക് ഉറപ്പായിരുന്നു. ഈ വാർത്ത 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ പിഞ്ചോമന കുട്ടികൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവറ്റകൾ പറയും, അതായത് തന്ത്രി കള്ളനാണെന്നാണ്. എങ്ങനെയാണ് തന്ത്രി അറിയാതെ ഉണ്ണികൃഷ്ണൻ പോട്ടി വരുന്നത്? ഉണ്ണികൃഷ്ണൻ പോട്ടിയും പിണറായി വിജയനും എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കുന്നത്? അപ്പോൾ ഇതൊരു ഗ്രൗണ്ട് സെറ്റാണ്. അതായത് ഈ തന്ത്രി എടുത്തു കൊടുക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോട്ടി വിൽക്കുന്നു. ഇതിൽ കിട്ടുന്ന പൈസയുടെ ഒരു പകുതി പിണറായിക്ക് പോകുന്നുണ്ട്, ഒരു പകുതി തന്ത്രിക്ക് പോകുന്നുണ്ട്, ബാക്കി ഇങ്ങനെ എല്ലാവർക്കും മിക്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് അവിടെ നടന്നത്. അപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഈ രേഖകൾ മുഴുവൻ അവിടെ ഉണ്ട്. ദേവസ്വം ബോർഡിൽ പല തന്ത്രിമാർ കൊടുക്കുന്നത് അത് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിന് രേഖാമൂലം കൊടുക്കേണ്ടതാണ്, അത് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും. രേഖാമൂലം കൂടുതൽ അമ്പലങ്ങളിൽ ചെലവഴിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അല്ല, അമ്പലത്തിൽ ചെലവഴിക്കേണ്ട, ഇത് രേഖ കണ്ടാൽ മതി. അമ്പലത്തിൽ ചെലവഴിക്കുന്നവർ ദേവസ്വം ബോർഡിന്റെ രേഖ കാണില്ലല്ലോ, അത് വേറെ പണിയല്ലേ. ഞാൻ പറയുന്നത് രേഖാമൂലം എഴുതി കൊടുക്കണം. അത് ഇപ്പോഴത്തെ തന്ത്രി, അതായത് കണ്ഠര് മോഹനരുടെ മകൻ മഹേഷ് മോഹനര്
ഈ 2014 കൊണ്ടുപോകുന്നതിന് എഴുതി കൊടുത്തതിൻ്റെ രേഖയുണ്ട്. അതൊരു രേഖയാണ്. അത് അവരുടെ ലെറ്റർ ഹെഡിൽ ഈ അനുജ്ഞ എഴുതി കൊടുക്കണം. അതുകൂടി വാങ്ങി വെച്ചിട്ടാണ് അടുത്ത പ്രൊസീജിയറിലേക്ക് പോകുന്നത്. ഇവിടെ അത് കൊടുക്കേണ്ട രാജീവൻ അത് കൊടുത്തിട്ടില്ലെന്നാണ് അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് കൊടുക്കാതെ അത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. അത് കൊടുക്കാതെ കൊണ്ടുപോകൽ തടയേണ്ട ഉത്തരവാദിത്വം, അക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ട്. അത് രേഖാമൂലം അറിയിക്കണം. ഞാൻ അനുജ്ഞ കൊടുക്കാതെ, ദേവൻ്റെ അനുജ്ഞ വാങ്ങാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അത് ആചാരങ്ങളുടെ ലംഘനമാണ്, പ്രൊസീജിയറിൻ്റെ ലംഘനമാണ്. അത് രേഖാമൂലം അറിയിക്കണം. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ കൊടുക്കേണ്ട അനുജ്ഞ കൊടുത്തിട്ടില്ല. അനുജ്ഞ ഇല്ലാതെയാണ് ഇത് ഇളക്കിക്കൊണ്ട് പോകുന്നതെന്ന് അറിയാവുന്ന തന്ത്രി അക്കാര്യം രേഖാമൂലം എഴുതി കൊടുക്കുകയോ തടയുകയോ ചെയ്തില്ല. ഇതാണ് കുറ്റം. ഇതാണ് ഗൂഢാലോചന. ഇതാണ് പോറ്റിക്ക് ഒത്താശ ചെയ്യൽ. ഇതാണ് അയ്യപ്പന്റെ സ്വർണം കളിക്കുന്നതിന് നിലനിൽക്കുമെന്ന് അത് കോടതി. എന്തിനാണ് രാഹുൽ ഈശ്വറിനോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ 1 മണിക്കൂർ ഇതൊന്ന് ചിന്തിച്ചു നോക്കണം. രാഹുൽ ഈശ്വറിനോട് ഒരു കാര്യം പറയുകയാണ്. രാഹുൽ ഈശ്വറെ, നിങ്ങളുടെ റൂം നിങ്ങളാണ് നോക്കുന്നത്, അവിടെ ഒരു ലാപ്ടോപ്പ് കാണാതാവുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കയ്യിലാണ് കീയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളറിയാതെ അത് എങ്ങനെയാണ് ആ ഒരു ലാപ്ടോപ്പ് പോകുന്നത്? അവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം ഈ പറയുന്ന കണ്ടർ രാജേവർ അറിഞ്ഞിട്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം കട്ടതും ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാം ചെയ്തതും. അതായത് ഈ തന്ത്രി അറിയാതെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത്? നമ്മൾ അത് ജസ്റ്റ് ചിന്തിച്ചാൽ മതിയല്ലേ? അല്ലെങ്കിൽ തന്ത്രിക്ക് അവിടെ എന്തെങ്കിലും ഒരു കശപ്പിച്ച തോന്നുമ്പോൾ പോലീസിനെ വിളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. തന്ത്രി എന്തുകൊണ്ട് മിണ്ടാണ്ടിരുന്നു? അപ്പോൾ ഈ കേസിൽ തന്ത്രി പ്രതിയെന്ന് 100% ഉറപ്പാണ്. എന്തിനാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാർ തന്ത്രിക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് എനിക്കറിയില്ല. നാളെകളിൽ രാഹുൽ ഈശ്വർ സത്യം മനസ്സിലാക്കി സത്യത്തിനൊപ്പം സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ ബൈ.